എൻ്റെ കുട്ടിക്കാലം തൊട്ട് തന്നെ നാവിൽ പിടിച്ചു പോയ സ്വാദുകളിലൊന്നാണ് ഈ മോരുകറിയുടേത്. ഇതൊരു ആലപ്പുഴ വർഷം മോരുകറിയാണ് എന്നൊക്കെ വേണേൽ പറയാം കേട്ടോ. അപ്പം ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ മോരുകറി ഉണ്ടാക്കാൻ സിമ്പിളാണ് കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഉലുവ കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ചുവന്നുള്ളിയും ചേർത്ത് എരിവിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വേണ്ട പച്ചമുളകും ചേർക്കുക, കുറച്ച് കറിവേപ്പിലയും. ഇതെല്ലാം കൂടെ വഴന്ന് വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴംപൊരി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന പഴം. മറ്റു ജില്ലകളിൽ എന്താ അതിന് പറയുന്നത് എനിക്കറിയത്തില്ലേ. ഓക്കെ, അത് വെന്ത് വരുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമ്മൾക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങയ്ക്കകത്ത് കുറച്ച് ജീരകം, ചുവന്നുള്ളി, വെളുത്തുള്ളി ഇതും കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഈ പേസ്റ്റായ തേങ്ങയാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനിയിപ്പോൾ വേണ്ടത് നമ്മളുടെ മെയിൻ സാധനം എന്തുവാ, തൈര് തന്നെ. അതില്ലാതെ ഒരു പരിപാടി നടക്കത്തില്ലല്ലോ. അപ്പം ആവശ്യത്തിന് വേണ്ട തൈരും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ച് നല്ലപോലെ മിക്സാക്കി എടുക്കണം. ഇങ്ങനെ മിക്സായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എനിക്ക് കുറച്ച് കുറുകിയ മോരുകറിയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ. ഇനി അവസാനമായിട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തിളപ്പിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇനി നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒഴിച്ചങ്ങോട്ട് കഴിക്കുക. ഭംഗിക്ക് വേണമെങ്കിൽ മീൻകറിയും കൂടെ വെച്ചോട്ടാ. ഭംഗിക്കല്ല കേട്ടോ, ഈ മീൻകറിയും മോരുകറിയും നല്ലൊരു അട്ടാറ് കോമ്പിനേഷനാണ്. വേറെ ഒരു കറികളും ഇതിൻ്റെ കൂടെ ആവശ്യമില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണേ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, കൂടെ കൂടിക്കോ. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാവേ. ബൈ.